ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പ്രാർത്ഥനയോടെ ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുകയാണ്. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക, കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറയുകയാണ്, ഞാൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നീ ചിന്തിക്കണം. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ട്, പക്ഷേ കേട്ട കാര്യങ്ങൾ നിൻ്റെ മനസ്സിൽ നിന്ന് പോകരുത്. നിൻ്റെ ചിന്തകളിൽ അത് നിറഞ്ഞു നിൽക്കണം. നീ അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഏതെങ്കിലും കാര്യങ്ങൾ നിനക്ക് മനസ്സിലാകാതെ വരുന്നെങ്കിൽ അത് ഗ്രഹിക്കുവാനുള്ള കഴിവ് കർത്താവ് നിനക്ക് തരും. കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകും. ഈ വചനം പൗലോസ് പറഞ്ഞത് തിമോത്തിയോസിനോടാണ്. തിമോത്തിയോസ് പൗലോസിന് ഒരു മകനെപ്പോലെ ആയിരുന്നു. മകനെപ്പോലെ സ്നേഹിച്ച തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നു, 2 തിമോത്തിയോസ് 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ, ക്രിസ്തുയേശുവിലുള്ള കൃപയിൽ നീ എപ്പോഴും ശക്തനായിരിക്കണം. ഒരു ദൈവവേദനയുടെ ശക്തി എന്ന് പറയുന്നത് ദൈവം അവൻ്റെ മേൽ പകർന്ന കൃപയാണ്. കൃപയിൽ വേണം നാം ശക്തിപ്പെടുവാൻ. നമ്മുടെ ശക്തി ദൈവകൃപയാണ്. ദൈവകൃപയില്ലെങ്കിൽ നാം ബലഹീനരാണ്. പൗലോസിൻ്റെ മേൽ പകർന്ന ദൈവകൃപയാണ് സകല അപ്പോസ്തലന്മാരെക്കാളും അധികം അധ്വാനിക്കുവാൻ തനിക്ക് കഴിഞ്ഞത്. തൻ്റെ ജഡത്തിൽ ശൂലം ഉണ്ടായിരുന്നെങ്കിലും അതിനെ അതിജീവിക്കുവാൻ തനിക്ക് കഴിഞ്ഞത് ദൈവം തനിക്ക് നൽകിയ കൃപ ആയിരുന്നു. എൻ്റെ കൃപ നിനക്ക് മതി എന്നുള്ള ദൈവത്തിൻ്റെ ശബ്ദമായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നീ ചിന്തിക്കണം. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ 4-ാമത്തെ വാക്യത്തിൽ, പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് ഒരു പടയാളിയും ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ഒരു ഭടൻ, പടക്കളത്തിൽ നിൽക്കുന്ന, യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഒരു ഭടൻ തൻ്റെ സൈന്യാധിപനെ പ്രീതിപ്പെടുത്തുവാനാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഭൂരിപക്ഷം ആളുകളും ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യുവാൻ തൻ്റെ സമയം ആ ഭടൻ ഉപയോഗിക്കാറില്ല. എങ്ങനെ യുദ്ധത്തിൽ ജയിക്കണം, എങ്ങനെ യുദ്ധം ചെയ്താൽ തനിക്ക് ജയം പ്രാപിക്കുവാൻ കഴിയും, തൻ്റെ സൈന്യാധിപനെ പ്രീതിപ്പെടുത്തുന്ന നിലയിൽ യുദ്ധക്കളത്തിൽ, പോർക്കളത്തിൽ നിന്ന് പോരാടണം. ഇതാണ് ഒരു നല്ല ഭടൻ്റെ ആഗ്രഹം. പൗലോസ് പറയുന്നു, നാമം ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടന്മാരാണ്. നല്ല ഭടൻ എന്നുള്ള നിലയിൽ ക്രിസ്തുവിനെ പ്രീതിപ്പെടുത്തുവാനുള്ള ആഗ്രഹത്തോടുകൂടി മറ്റുള്ള ആളുകൾ സമയം പാഴാക്കി കളയുന്നത് പോലെ പാഴാക്കി കളയാതെ, ദുഷ്കാലമായതുകൊണ്ട് തക്കത്തിൽ സമയം ഉപയോഗിപ്പാൻ നാം എല്ലാവരും ശ്രമിക്കണം. പൗലോസ് പറയുകയാണ്, നീ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. അതുമാത്രമല്ല, ഒരുത്തൻ മല്ല് കിട്ടിയാലും ചട്ടപ്രകാരം പോരാടായികയാൽ കിരീടം പ്രാപിക്കുകയില്ല. അതായത് ഒരു കായിക അഭ്യാസി ഒരു മത്സരത്തിൽ ഓടുകയാണെങ്കിൽ അവൻ ജയിക്കുവാൻ വേണ്ടി ഓട്ടക്കളത്തിൽ ഉള്ള എല്ലാ നിയമങ്ങളും നിബന്ധനകളും പാലിച്ചുകൊണ്ട് അവൻ ഓടണം, ചട്ടപ്രകാരം ഓടണം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഒരുത്തൻ എത്ര വലിയ കായിക അഭ്യാസിയാണെങ്കിലും നിബന്ധനകൾ പാലിച്ചുകൊണ്ട് അവൻ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ കിരീടം പ്രാപിക്കും, ജയം പ്രാപിക്കും എന്നുള്ളതാണ്. ഇതൊക്കെ നാം ചിന്തിക്കേണ്ട ഒരു കാലത്തിലാണ് വന്നെത്തി നിൽക്കുന്നത്. നമുക്കേതെങ്കിലും കാര്യങ്ങളിൽ അറിവില്ലായ്മ ഉണ്ടെങ്കിൽ അത് ഗ്രഹിപ്പാനുള്ള കഴിവ് കർത്താവ് നമുക്ക് തരും. നമുക്ക് കർത്താവിൻ്റെ കൃപയിൽ ശക്തിപ്പെടേണ്ട സമയമാണ്. കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ, ഒരു നല്ല ഭടനെ പോലെ കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ നാം നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് തീരുമാനിക്കേണ്ട സമയമാണ്. ഒരു കായികാഭ്യാസി മത്സരത്തിൽ ജയിക്കുവാൻ വേണ്ടി ആ മത്സരത്തിൽ അവർ വെച്ചിരിക്കുന്ന സകല നിബന്ധനകളും പാലിച്ച് മത്സരിക്കുന്നത് പോലെ ചട്ടപ്രകാരം ദൈവത്തിൻ്റെ വചനത്തിനനുസരണമായി
നാം ജീവിക്കണം. അതിനായിട്ട് ദൈവകരങ്ങളിൽ നമുക്ക് നമ്മളെ സമർപ്പിക്കാം. കർത്താവ് അതിനുള്ള കൃപ നമുക്ക് തരട്ടെ. ലോകസംഭവങ്ങളെല്ലാം കർത്താവിൻ്റെ വരവ് വിളിച്ചറിയിക്കും. എത്രയും വേഗം നമ്മുടെ കർത്താവ് വരും. നമുക്ക് നമ്മെ തന്നെ ദൈവ ഇഷ്ടം ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. വചനം കേൾക്കുന്ന എല്ലാവരും ക്രിസ്തുവിൻ്റെ കൃപയിൽ ശക്തിപ്പെടട്ടെ. എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.